ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ്. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ഭുതം പറയാനുള്ളത് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കടലിൻ്റെയും പുഴൻ്റെയും നടുവിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയതാണ്. ഇത് കാണുമ്പോൾ പരിചയമുള്ള ആളുകൾ പറയും ഇത് നമ്മളെ നാടല്ലേ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകൾക്ക് ഞാൻ പരിചയപ്പെടുത്താണ് കേട്ടോ. ഒരുപക്ഷെ ലോക മലയാളികളെ ഒന്നടങ്കം വേദനിപ്പിച്ച താനൂർ ബോട്ടപകടം നടന്ന തൂവൽ തീരത്താണ് കേട്ടോ നമ്മളുള്ളത്. നമ്മൾ ഇങ്ങോട്ടായിട്ട് വന്നതില്ല കേട്ടോ, ഒരു കല്യാണ പരിപാടിക്ക് വേണ്ടി പോയതേനെ. തിരിച്ച് നമ്മൾ ബീച്ച് വഴിയാണ് വന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഈ അലങ്കാരങ്ങളൊക്കെ കണ്ടത്. നമ്മൾ കയറിയ ഓട്ടോക്കാരനോട് അന്വേഷിച്ചിട്ടോ ഇവിടെ എന്താ പരിപാടി ഉണ്ടോന്ന്. അപ്പോൾ അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, കാരണം അയാൾ ഇവിടെ ഉള്ളതല്ലേ. ഇനി വെക്കേഷനായിട്ട് എന്താ പരിപാടി ഉണ്ടോയെന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടോ. ഓട്ടോക്കാരനും പറഞ്ഞു വിട്ട് നമ്മളെ പാലത്തിൻ്റെ അപ്പുറത്ത് ഇറങ്ങിട്ടോ. ഇപ്പം നമ്മൾ ഇറങ്ങിയത് പരപ്പനങ്ങാടിയിലാണ് കേട്ടോ. പാലത്തിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അപ്പം നമ്മൾ അതിലൂടെ ഇറങ്ങി കടപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒക്കെ ഒന്നാകെ വെള്ളമാണ് ഉണ്ടാവല്. ഇവിടെ തോടും കടലും കൂടി ഒരുമിച്ച് ഒന്നിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമൊക്കെ വറ്റി മാട് പൊന്തിയതാണ് കേട്ടോ. മാട് മീൻസ് മണൽത്തിട്ട, നമ്മളങ്ങനെയാണ് മാട് എന്നാണ് പറയല്. ഇതെൻ്റെ ഉമ്മാൻ്റെ നാടാണ് കേട്ടോ. അപ്പം അമ്മ നാടിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. മഴക്കാലം വന്നാൽ JCB വന്ന് മണൽ മാറ്റിയിട്ട് ഈ തോട് തുറന്നു വിടും കേട്ടോ. ഈ കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം കയറണേന് ഒരു പരിധി വരെയൊക്കെ ഇതിന് മണൽ മാറ്റിയ ഉപകാരമാണെന്ന് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞിട്ടോ. ബോട്ടപകടം നടന്ന ബോട്ട് ഇവിടെ ഉണ്ടാവും, അപ്പോൾ അത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളോട് ഇറങ്ങിയത്. പക്ഷെ അത് കാണാൻ പറ്റൂല, പോലീസുകാരുള്ളതുകൊണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടോ. ഇപ്പോൾ ഇവിടെ ബോട്ടിംഗ് സർവീസ് ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അലങ്കാരങ്ങളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ നടന്ന് തൂവൽ തീരത്ത് എത്തിയിട്ടോ. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ കാണുന്നത്. പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ചാട്ടോ ബോട്ടപകടം നടന്നത്. അവിടെ ഒരു പുഴയാണ്. ഇത് പടിഞ്ഞാറ് വശമാണ്, ഇത് കടലിൻ്റെ ഭാഗമാണ്. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 4:30-5 മണിയായിരുന്നു കേട്ടോ. പിന്നെ ആ പോക്കുവെലിൻ്റെ കൂടെ ആ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് കടപ്പുറത്ത് കൂടെ നടക്കാൻ നല്ല രസമായിന്. വെയിൽ അറിഞ്ഞിട്ടേ ഇല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഈ മണൽ കാണുമ്പോൾ എന്താ പറയുക ഓർമ്മ വരില്ലേ, നമ്മൾ വീട് പണിക്കൊക്കെ ഉപയോഗിക്കൂലേ. ഇപ്പം അത് ഉപയോഗിക്കേണ്ടറിയില്ല. ആദ്യമൊക്കെ ഈ കളർ മണ്ണതിന് ഉപയോഗിച്ച്, ഇപ്പം കരിങ്കൽപ്പൊടിയല്ലേ. ഇതിലൂടെ നടക്കുമ്പോൾ ഉള്ളിൽ നല്ല പേടിയുണ്ടേനി, കടലെങ്ങാനും കയറി വരുമോ എന്നുള്ളത്. പ്രതീക്ഷിക്കാതല്ലേ ഓരോന്ന് സംഭവിക്കുന്നത് ഇപ്പം. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ ക്വാർട്ടേഴ്സിലായതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കും കേട്ടോ. അപ്പുറത്ത് വീട് പണിയുണ്ട്, അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കും. ചിലപ്പോൾ എൻ്റെ വോയിസിനേക്കാളും നന്നായിട്ട് അതാവും കേൾക്കുന്നത്. നമ്മളവിടെ എത്തുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിമുകൾ, പിന്നെ വലിയവർക്കും ചെറിയവർക്കും കയറാൻ പറ്റിയ ഊഞ്ഞാലകളൊക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ. ഞാൻ ഏതായാലും ഇതിൽ കയറിയിട്ടിലേക്ക് പേടിയാണ്. പിന്നെ ഉള്ളിൽ കയറിയവരൊക്കെ നല്ല ഒച്ചക്കിളിയൊക്കെ അതിന്. പിന്നെ അത് കേട്ടപ്പോൾ തീരെ കയറിയില്ല. ഞാൻ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതാണ്. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോകണേ. കടപ്പുറത്ത് കൂടെ തന്നെ പരപ്പനങ്ങാടിയിലൊക്കെ വണ്ടി കയറാൻ വേണ്ടി പോവേ. അപ്പോൾ അവിടെ വാട്ടർ ബ്രിഡ്ജ് ഉണ്ട്. പക്ഷെ അതൊരു 6 മണിയാകുമ്പോഴത്തേനും ഓലെ നിർത്തി വെച്ചിട്ടോ. അത്രയും ടൈം വരെ അത് ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള തട്ടുകടയിൽ ചായ കുടിച്ച് ഞങ്ങൾ 7:30-ക്കുള്ള ബസ്സിന് നാട്ടിലെത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.